നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഘട്ടത്തിൽ സൗദി ലീഗിൽ നിന്ന് അൺരജിസ്റ്റർ ചെയ്ത താരമാണ് ബോബി ഫെർമിനോ. അതേ ബോബി ഫെർമിനോയാണ് ഇപ്പോൾ അൽ അഹ്ലി സൗദിയെ AFC ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരാക്കിയിരിക്കുന്നത്. മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ഇന്നലത്തെ ഫൈനൽ മത്സരം കവാസാക്കി ഫ്രണ്ടോലെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് അൽ അഹ്ലി സൗദി ഇതാ ഏഷ്യൻ ഫുട്ബോളിലെ രാജാക്കന്മാരായിട്ട് മാറിയിരിക്കുന്നു. അൽ ഹിലാലിന് കഴിയാത്തത്, അൽ നസറിന് കഴിയാത്തത് അൽ അഹ്ലി സൗദി സാധിച്ചെടുത്തിരിക്കുന്നു. 2-0 വിജയം ഗലേനയും ഫ്രങ്ക് എസ്സിയുമാണ് അൽ അഹ്ലിയുടെ ഗോളുകൾ കണ്ടെത്തിയത്. ജിദ്ദയിൽ നടന്ന മത്സരത്തിൽ അൽ അഹ്ലിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി. വാൻ ടോണിയും റോബർട്ടോ ഫെർമിനോയും റിയാദ് മഹ്റസും ഗലേനയും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 35-ാമത്തെ മിനിറ്റിൽ ഗലേനയുടെ ഗോൾ അവരെ മുന്നിലെത്തിച്ചു. 42-ാമത്തെ മിനിറ്റിൽ കെസിയുടെ വക രണ്ടാമത്തെ ഗോളും വന്നു. 2 ഗോളുകൾക്കും അസിസ്റ്റ് ബോബി ഫെർമിനോയുടെ വകയായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ വീഴാതിരുന്നതോടെ 2-0 വിജയമാണ് അൽ അഹ്ലി സ്വന്തമാക്കിയത്. ഫെർമിനോയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. ഈ കളിയിൽ 2 അസിസ്റ്റുകൾ, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, 2 ലോങ് പാസുകൾ കൊടുത്തു, രണ്ടും സക്സസ്ഫുൾ ആയിരുന്നു. 3 ഷോട്ടുകൾ, 1 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. 3 ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അൽ അഹ്ലി റോഷൻ സൗദി ലീഗിൽ നിന്ന് ഒരു ഘട്ടത്തിൽ അൺരജിസ്റ്റർ ചെയ്ത താരമാണ് ബോബി ഫെർമിനോ. ആ താരമാണ് ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ പൊളിച്ചടുക്കിയത്. 13 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ വക വന്നു 12 മത്സരങ്ങളിൽ നിന്ന്. അതോടുകൂടി AFC ചാമ്പ്യൻസ് ലീഗിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും അദ്ദേഹത്തിനാണ്. ഇത് ബോബി നേടിയെടുത്ത കിരീടമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.